എയർപോർട്ടിൽ നിന്ന് പറഞ്ഞ ചെറിയ അത്യാവശ്യങ്ങളിൽ പെടുന്ന ഒരു അത്യാവശ്യമാണ് ഇന്ന് എന്റെ ചങ്ക് മിഥിലാജിന്റെ എൻഗേജ്മെന്റ് ആണ്. തസ്മീൻ ആ കുട്ടിയുടെ പേര്. നമ്മുടെ 20 കിലോമീറ്റർ ലൊക്കാലിറ്റിയിൽ തന്നെയുള്ള ഒരു പെണ്ണിനെ അവൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. ഹായ് റഫീഖ. ഇത് എന്ത് വാ പരിപാടികള്? പള്ളിയിൽ പോയി വന്ന് അല്ലിമെന്റ് സോണില്ലേ കൺഗ്രാജുലേഷൻസ്. നീലക്കൂടില്ല ബട്ടൺസ് ഇട്ട് നോക്കിക്കേ, ചിലപ്പോ ശരിയാവും. ബ്ലേസർ ആണോ? ബ്ലേസർ നീളം ഭയങ്കര കണക്കൂട്ടുള്ള മനുഷ്യനാണ്. ഞങ്ങൾ ഇവിടെ തിരിക്കാൻ പോവുകയാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം പിന്നെ എന്റെ വീട്ടിലേക്ക് പോവാൻ. അവിടെ വെച്ചാണ് ചടങ്ങുകളൊക്കെ. കല്യാണമൊന്നും സാർ ആദ്യമായിട്ടാണോ വളയിടാൻ പോണോ? ആദ്യമായിട്ടും അമ്മേ പോയിട്ട് വരാം. അമ്മ പോയിട്ട് വരാം. ഞങ്ങൾ പോവുകയാണ്. ഐശ്വര്യത്തിന്റെ പ്രതീകമായ മാഹിൻ ബൈക്കിൽ വരാം എന്നാണ് പറഞ്ഞത്. എന്താണെന്നറിയില്ല അതിന്റെ ഉദ്ദേശം. ബൈക്കിൽ വരും. ഞങ്ങൾ ഡ്രൈവർ എന്നെ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ പേര് പറഞ്ഞു. പിന്നെ സാറിനെ വിളിച്ചു. എന്നെ കണ്ടെന്ന് പലരും പറഞ്ഞു. പലയിടത്ത് വെച്ച് പല പ്രാവശ്യം മാഷ് വരെ മാഹിൻ ഒരു ബേക്കറിയിൽ വെച്ച് മാഹിനെ പോലൊരാളെ ഞാൻ കണ്ടിരുന്നു. മനസ്സിലായി. സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഒരു പപ്സ് വാങ്ങിച്ച് രണ്ടുപേരും കടിച്ചു പൈസ ഇല്ലാത്തോണ്ടാണ് ഞാനൊക്കെ തീർന്നു. മാസം എന്തിനാ വിളിച്ചെന്ന് അറിയാം. ഈ മാസത്തെ ഫീസ് നീ തരണ്ട. ഈ അവസ്ഥ അങ്ങനെ സീരിയസ് മനുഷ്യനാണോ? ഞാൻ ഒരു പപ്സും ഞാൻ എന്നോണ്ടിരിക്കുകയായിരുന്നു. വല്ലാതായിപ്പോയി. ആദ്യം സമ്മതിച്ചാ മതിയായിരുന്നു. നീ പറഞ്ഞ് ഇല്ല മാഷെ ഇല്ല ഞാൻ പോയിട്ടില്ല. ഡ്രസ്സിന്റെ ഇതുവരെ പറഞ്ഞു. അന്നേ ഈ പരിപാടിയായിരുന്നു. പിന്നെ കറക്റ്റ് നിർത്താനാണോ പറഞ്ഞേ? ഒരു എൻട്രി നിങ്ങളൊന്നും ഓടിപ്പോയേക്കല്ലേ? മറ്റേ വിജയ പോലെ ചുമ്മാ നീ വണ്ടി ഒതുക്കിട്ട് വാ. വണ്ടി ഒതുക്കിട്ട് പെട്ടെന്നോ? വീടുള്ളതാണോ? കണ്ടില്ല. ഞാൻ ജന്മനാ ധൈര്യശാലിയുണ്ട്. ഒട്ടും വിറയ്ക്കുന്നില്ല. എന്ത് പരിപാടി? എന്ത് ഉദ്ദേശം? ശരക്കന്റെ കൂട്ടുകാരാണ്. അപ്പൊ അതിൻ്റെ മെച്ചൂരിറ്റി പക്ഷെ എനിക്ക് നല്ല ചമ്മലുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കണം. ഒരാളുണ്ടോ? ഉസ്താദിന്റെ മോന യാസീൻ ഉറക്കെ ബദീന്ന് പറയും. ഏറ്റവും അവനെ കുത്തറാത്ത് നടത്തുള്ള ഞങ്ങൾ ഓതിട്ട് ഇറങ്ങാം. ഞങ്ങളുടെ കൂട്ടുകാരനെ ചെറുപ്പത്തിലെ അതുപോലെ നല്ല സോള ചെറുക്കൻ. നല്ല സോള പഞ്ചായത്ത് അറിയില്ല. അവൻ ഇതിന്റെ ആളാണോ? ഇതിന്റെ ആളല്ല. അവരുടെ
മൈനെ ഞങ്ങളെ ചെറുക്കൻ്റെ ആൾക്കാരാണോ നിങ്ങളെല്ലാം? ചെറുക്കനായിട്ട് എങ്ങനെ ഉണ്ട്? നിനക്ക് എങ്ങനെ ചെറുക്കനായിട്ട് വന്ന ചെറുക്കൻ ഉപയോഗിച്ചിരുന്ന ഷൂവും ബെൽറ്റ് വരുന്നത്. അപ്പൊ അത് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവൻ്റെ കൂടെ വന്നത് തന്നെ. വെള്ളം തപ്പാണോ? വെള്ളം തീർന്നു. അടുക്കള ചോദിക്കണം. ഞങ്ങളുടെ കൂട്ടത്തിന് കല്യാണം കഴിക്കാത്ത ചുരുക്കം കുറച്ച് അതിലൊരുത്തരാണ് ഇവൻ. പിന്നെ ഞാനും പിന്നെ ഒരുത്തുണ്ട് ജിഷ്ണു, അവൻ ഇവിടെ ഇല്ല. പക്ഷേ കണ്ണിട്ടായിരിക്കും എത്തിയെന്ന് വിചാരിക്കല്ലേ. ഞങ്ങൾ ചെറുക്കനെ പുറത്തല്ലേ സെൻട്രൽ സിറ്റി ഞാൻ നീ ഇവിടെ വന്നിട്ട് ഞാൻ ഇരിക്കട്ടെ. എന്റെ വാല പറയും ഇവിടെ എക്സ്പ്രഷൻ മൊത്തം പിടിക്കാൻ പറ്റും. എല്ലാം സെറ്റ് എല്ലാവരുടെ സമ്മതത്താല് എല്ലാവരുടെ സമ്മതം ചോദിച്ചുകൊണ്ട് ഒരു മോതിര കൈമാറ്റം എൻഗേജ്മെന്റ് നടത്തുന്നു. കൈയടിക്കാന്നൊക്കെ പറയുന്നു കേസ്. രണ്ടുപേരും ഇങ്ങോട്ട് നോക്കി. ഇപ്പൊ തിന്നാനോ? അല്ല ഒന്നും ഞെടുന്നു. നമ്മൾ ക്യാമറ ഉമ്മാര് ഭയങ്കര ഡയറക്ഷൻ, ഒരു കാര്യമില്ല. മനുഷ്യനെ എങ്ങനെ വിരൽ പിടിപ്പിക്കാന്നുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ നടക്കും സുഹൃത്തുക്കളെ. ഇതുമാരാണ് മെയിൻ. കവറായിട്ട് പറയുന്നത് വാവേന്നാണ് കല്യാണത്തിറക്കണെ വാവേനെ കുളിച്ച് ആക്ഷേപിക്കുന്നു കഴിച്ചു. ഒന്നും കാണുന്നില്ല. റെഡി റെഡിയാ. നീ എന്തിനാ നിന്റെ പെൺകൂട്ടുകാരിലൊക്കെ കാണാൻ പോയിട്ട് ആശുപത്രിയിൽ പോയതാ? മരുന്ന് വാങ്ങിക്കാൻ പോയതൊക്കെ കള്ളം പറയാൻ സത്യം പറഞ്ഞാൽ പോരാ. മരുന്ന് വാങ്ങിക്കാൻ പോയതാടാ. പക്ഷെ കൊണ്ടുപോയി നമ്മൾ അക്ബർഷയുടെ പെണ്ണുപിള്ള വീട്ടിൽ നമ്മൾ എന്ത് പോകുന്നതായിരിക്കും അവിടെ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി. ചായ ഒന്നും ബിരിയാണിയാ എന്തുള്ള വായിലിടാപ്പല്ലേ. ചായ കുടിക്കാൻ പോവാം. ചായ കുടിക്കുമ്പോ എപ്പോഴും പോകും ചായ കുടിക്കാൻ. അതാണ് പ്രശ്നം. ഭയങ്കര ചായ കുടിയോ എല്ലാരും പറയുന്നുണ്ട്. ചെറുക്കനെ കാണല്ലേ മിഥിലാജിനെ എല്ലാവരോടും വെച്ച് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു ഗൈസ്. പ്രേഡർമനായിട്ട് പോയിരുന്നു. അപ്പൊ പറയണം കൊണ്ടുപോടാ. നീ ഒരു നിന്നപ്പോഴോടൊക്കെ കാണിക്കേ. ഞാനും പോവാം. കല്യാണത്തിന് ഞങ്ങൾ ആരും ഇവിടെ കാണുന്നു. ഫുഡ് വാങ്ങിച്ചേടാ. ഇതാകുമ്പോൾ പോത്തറച്ചേൻ കാണും ഇവിടെ. നമുക്ക് 10 പൊറോട്ട വാങ്ങിച്ചാൽ പോവാം. അത് തന്നെ 10 പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടോ? പിന്നെ എന്തെങ്കിലും കറങ്ങി തരില്ല. റോഡ് സൈഡിലാണ് വീട്. സമ്മതിക്കേ. ചിക്കൻ പിന്നെ ബീഫ് ഏതാ വേണ്ടത്? കഴിച്ചില്ല ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം നല്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. ഞങ്ങൾ ആദ്യമേ ഇരുന്ന് കഴിച്ചു. ചിക്കൻ കറി വേണോ എനിക്ക്? ചിക്കൻ കറി ഞാൻ അരിക്കും. 3ാമത്തെ പ്രാവശ്യമാണ് കൊടുക്കും. ഓഹോ പ്രകൃതി ചേർത്തായിപ്പോ. ഒരു മിനിറ്റ്, പ്രകൃതി ഞാൻ പുറത്താക്കിക്കോട്ടെ. കഴിഞ്ഞില്ല പരിപാടി കഴിഞ്ഞു. എന്റെ സേവനത്തിന് പെരുത്ത് നന്ദി. നീ പോയില്ലേ? ഗൈസ് ഞാൻ പോവാണ് ഗൈസ്. മിഥിലാജിന്റെ എൻഗേജ്മെന്റ് നമ്മൾ ഹാപ്പി ആഘോഷിച്ചു ഗൈസ്. ബൈ.